ഇപ്പോൾ സാറിൻ്റെ സാഹിത്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് സാഹിത്യവും അധ്യാപന ജീവിതമൊക്കെ ഒരുമിച്ചാണ് സാറ് കൊണ്ടുപോയിട്ടുള്ളത് അല്ലേ? ഏകദേശം രണ്ടും പാരലായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഇതാണ്. അപ്പോൾ സാറിന് ഒരുപാട് ശിക്ഷകണങ്ങളുള്ള പോലെ തന്നെയാണ് അധ്യാപകരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. എനിക്ക് തോന്നുന്നു സമകാലീനായിട്ടുള്ള അധ്യാപകർ അവരുമായിട്ട് ഇപ്പോഴും സൗഹൃദം അതേപോലെ നിലനിർത്തുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ സാറിൻ്റെ സുഹൃത്ത് ഇവിടെ അതിഥിയായിട്ട് വന്നിട്ടുണ്ട്, ജെയിംസ് സ്റ്റുവർട്ട്. അദ്ദേഹത്തെ നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ അധ്യാപകൻ ശ്രീ ജെയിംസ് സ്റ്റുവർട്ട്. നമസ്കാരം. നമസ്കാരം. നിങ്ങൾ ഒരേ സമയത്ത് ഒരുമിച്ച് ജോലിക്ക് കയറിയ ആൾക്കാരാണ്. വെച്ചാൽ 1964 മാർ ഇവാനിയസ് കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. സാറ് ആ കോളേജിൽ പഠിച്ചതുമാണ്, മാർ ഇവാനിയസ് കോളേജിൽ പഠിച്ചതുമാണ്. അപ്പോൾ ഒരു അന്തരീക്ഷമൊക്കെ ആയിട്ട് നല്ല അടുപ്പമുള്ള, അവിടുത്തെ സീനിയർ അധ്യാപകന്മാരായിട്ടൊക്കെ നല്ല അടുപ്പമുള്ള ഒരാളാണ്. ഒരുമിച്ച് ഒപ്പുവെച്ച രണ്ടാളുകൾ. 50 വർഷം തികയാൻ ഇനി 2 വർഷം മാത്രം. അരനൂറ്റാണ്ടിൻ്റെ ബന്ധമാണ്. 64 മുതൽ അതൊരു വളരെ ദീർഘമായും വളരെ ദൃഢമായ ഒരു സൗഹൃദം. എനിക്കൊരു ഇവിടെ വളരെ എന്താ പറയുക, കൃതാർത്ഥതയോടുകൂടി ഓർക്കാനുള്ള കാര്യം വെച്ചാൽ എൻ്റെ 3 മക്കളെ സാറ് പഠിപ്പിച്ച. അത് ശരിയാ. 2 പേരെ കോളേജിൽ പഠിപ്പിച്ചു. ഇളയ മോള് പിന്നെ മാർ ഇവാനിയസ് കോളേജിൽ പഠിച്ചില്ല, അവൾ എഞ്ചിനീയറിംഗിനാണ് പോയത്. പക്ഷെ അപ്പോഴത്തേക്കും സാർ കോളേജ് വിട്ടിട്ട് കോളേജ് ക്യാമ്പസിലുള്ള സർവോദയ ഹൈസ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് വന്നു. അവിടെ അവൾ 10 കൊല്ലം 12 കൊല്ലം അവൾ അവിടെ പഠിച്ചതാണ്. അപ്പോൾ ഈ 3 എണ്ണത്തിനെയും സാറ് പഠിപ്പിച്ചാണ്. സാറിൻ്റെ മകളെ ഞാനും പഠിപ്പിച്ചതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഹൃദയബന്ധങ്ങൾ ഞങ്ങൾ തമ്മിൽ അലിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ആത്മബന്ധം വളരെ ലഘുവായിട്ട് ഞങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്തത്ര വലുതാണ്. ആദ്യ ദിവസം മുതൽ തന്നെ ഈ സൗഹൃദം ആരംഭിക്കുകയാണ്. ആ സൗഹൃദം വളരെയേറെ വളർന്നു. ഞങ്ങൾ ഒരു ഹോസ്റ്റലിൽ, ഒരു ലോഡ്ജിൽ താമസിച്ചു. ലോഡ്ജ് അല്ലാതെ ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സാണ്. അവിടെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. വൈകുന്നേരം സമയങ്ങളിലെല്ലാം ഒരുമിച്ചാണ് സിറ്റിയിലോട്ടുള്ള യാത്ര. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. അത് പല സംഭവങ്ങളിൽ ഒന്ന് എന്നുള്ളതേ ഉള്ളൂ. അവിടെ SP പുളിമൂട് ജംഗ്ഷനിൽ SP-യുടേതായിട്ടുള്ള ഒരു ഐസ്ക്രീം പാർലർ. അന്ന് ഐസ്ക്രീം പാർലർ എന്ന് പറയാൻ അതേ ഉള്ളൂ തിരുവനന്തപുരം സിറ്റിക്കകത്ത്. വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ അതിന് വലിയ പ്രചാരണവും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് കയറുന്നു. അവിടെ വളരെ മനോഹരമായ പല അനുഭവങ്ങളും ഉണ്ടായതിൽ ഒരു അനുഭവം, ഐസ്ക്രീം കഴിക്കാൻ വന്നതായ വളരെ മനോഹരിയായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഇപ്പോൾ ഒരു 70 വയസ്സൊക്കെ ആവും എന്നെനിക്ക് തോന്നുന്നു. അത് വളരെ ഈ കുട്ടിക്ക് ഈ കുട്ടിയെ വളരെ ആകർഷിച്ചതായ ഒരു പെൺകുട്ടിയാണ്. അതിനെപ്പറ്റി സംസാരിച്ചു. ഞങ്ങൾ വളരെ രസമായിട്ട് അതൊക്കെ ആസ്വദിച്ചു. ഞങ്ങൾ വെളിയിലോട്ട് വന്നു. അടുത്ത ദിവസം കോളേജിൽ പരീക്ഷയാണ്. ഇദ്ദേഹം സൂപ്പർവിഷൻ ശകലം ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് അഡീഷണൽ പേപ്പർ എടുത്ത് കൊണ്ടുപോയിരുന്ന് ഏതോ ഒരു മൂലയ്ക്കിരുന്ന് ഇങ്ങനെ തിരക്കിട്ട് എഴുതുന്നു. എഴുതി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിൽ കൊണ്ടുതരുന്നു. ഒരു കഥയാണ്. ഐസ്ക്രീം എന്നാണ് കഥയുടെ പേര്. അവിടെ വെച്ച് കണ്ട പെൺകുട്ടിയെ കുറിച്ചുള്ള കഥയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് കൗമുദി പ്രസിദ്ധപ്പെടുത്തി. അതെ, ഓണക്കൂർ സാർ എഴുതുന്ന ആദ്യത്തെ ചെറുകഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ ചെറുകഥ. അത് അടുത്ത ദിവസത്തെ ഞായറാഴ്ച പതിപ്പ് കേരളകൗമുദിയിൽ അടിച്ചു വരികയും ചെയ്തു. വളരെ രസകരമായ മനോഹരമായ ഒരു കഥ. ആ ഓണക്കൂർ സാറിൻ്റെ ഭാഷാ ശൈലി എന്ന് പറയുന്നത് ഇറ്റ്സ് യുണീക്ക്, സിംഗുലർ എന്ന് നമുക്ക് പറയാവുന്ന അത്ര മനോഹരമായിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. മാർ ഇവാനിയസ് കോളേജിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ 96 റിട്ടയർ ചെയ്യുന്നു. കോളേജിൽ നിന്നല്ല, പിന്നീട് എൻസൈക്ലോപീഡിയ ഡയറക്ടർ. കുറച്ച് ഡൈവേർഷൻസ് വന്ന് എൻസൈക്ലോപീഡിയ ഡയറക്ടറായി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. ആ ബ്രേക്കുകളൊക്കെ വന്നുവെങ്കിലും 97 വീണ്ടും കോളേജിൽ മടങ്ങിയെത്തി റിട്ടയർ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും ഓണക്കൂർ സാറിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, സാറുമായി ബന്ധപ്പെട്ട എല്ലാ സുഹൃത്തുക്കളുടെയും വിദ്യാർത്ഥികളുടെയും ജീവിതത്തിൽ ഓർക്കാൻ എപ്പോഴും നാം ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമായിട്ട് നിലനിന്ന് പോവുകയാണ്. നന്ദി സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ.